അത് മറ്റു സ്റ്റുഡൻസ് എല്ലാരും ജോയിൻ ചെയ്ത് തുടങ്ങണേ ഉള്ളൂ. അതാ പറഞ്ഞത്. അത് അതിന്റെ മതി പറഞ്ഞതാണ്. ആരാ പ്രയർ ചൊല്ലുന്നേ? ഞാനാ. സ്റ്റാർട്ടിങ് ചെയ്തോ? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണോ? കുറച്ചുപേരും കൂടെ കേറിയിട്ട് മതിയോ? എല്ലാരും കേറിയിട്ട് മതി. ഇന്ന് നമുക്ക് ജോബ് സാറല്ലേ? അതെ അതെ, ജോബ് സാറാ. ടൈം ടേബിൾ നോക്കുമ്പോ ജോബ് സാറാണ്. എല്ലാവർക്കും സെപ്പറേറ്റ് നോട്ട്സ് ഒക്കെ ഉണ്ടോ? നമ്മ ക്ലാസ് എടുക്കുമ്പോ ലെക്ചർ നോട്ട് എഴുതുമല്ല. ജോബ് സാറല്ല, മറ്റുള്ള വിഷയങ്ങളില അത് അങ്ങനെ. ഓക്കെ ഓക്കെ. രേഷ്മ ചേച്ചി, നമുക്ക് എന്താണ് മനസ്സിലായ അതാണ് നമ്മൾ എഴുതിയെടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് പറഞ്ഞു തരും, അത് നമ്മൾ എഴുതിയെടുക്കും. അല്ലാതെ പിന്നെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ചേച്ചി നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് നോക്കി നോട്ട്സ് ആയിട്ട് എഴുതാനായിട്ട്. ഇപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പാടത്രേ. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണുകയാണെങ്കിൽ അതും കുറച്ചും കൂടി ബെറ്റർ ആവും, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത്. ഗുഡ് മോർണിംഗ് ജോബ് സാർ. Good morning, sir. Good morning, sir. Good morning, sir. Ansi, good morning. Okay. How are you? Fine. Fine, sir. Very fine. Very good. Very good. Yes. Who is doing prayer? Another prayer. Good morning, sir. ഞാനാണ് prayer. Yes. Good morning. Okay. Good morning. Good morning, sir. Yes. Another prayer. മുഹസിന, ഞാനാണ്. Okay. Okay. Continue. Okay. ദൈവമേ കാത്തുകൊള്ളുകങ്ങു, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാത്തിക്കു, രാവിൽ വെങ്കോണി നിന്നതും ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും ദ്രക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം. അന്യവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും
നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും. ഭൂതവും ഭാവിയും വേറല്ലോതുമറിയമോർക്കിൽ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളോ ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവന പരായണ. ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക. ആഴമേറും നിൻസാം ആയ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. താങ്ക് യു സർ. മോക്സിന, വെരി ഗുഡ്, വെരി ഗുഡ്. നന്നായിട്ട് പാടിയില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, then thought of the day. സർ ഞാനാണേ. Yes, Anti. If you fail, never give up because fail means first attempt in learning. Thank you. Very good, very good, very good. Yes, yes, yes. Thought of the day. അതാണ് സർ തോട്ട് ഓഫ് ദ ഡേ ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്ത സൈൻ ഇൻ ആണ്. സാർ ഞാനാണ്, ഷിജിനാസാണ്. ഗുഡ് മോർണിംഗ് സാർ. Good morning. Good morning all of you student. Welcome to today Montessori. Thank you. Okay, okay, okay. ഞാൻ വിളിച്ചു ഇനി എന്തോ അതിന്റെ കൂടെ ഒന്നോ രണ്ടോ സെന്റൻസ് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. So okay, 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 okay. Very good, very good. Yes, let us start. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈറ്റിംഗ് എന്നുള്ളതിനെ കുറിച്ച് ചെറുതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞാനത് പറഞ്ഞത് നിങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചുപേരെ കുറിച്ച് എനിക്ക് മനസ്സിലായി. ഇനിയും പോകെ പോകെ നമുക്ക് റെഡിയാക്കി എടുക്കാം. യെസ്, ഓക്കെ, ഓക്കെ. സോ ഇന്ന് നമ്മൾ യൂണിറ്റ് നമ്പർ 2 നൗൺസ് ആൻഡ് പ്രോനൗൺസ് എന്ന് പറയുന്ന യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗൺസ് ആൻഡ് പ്രോനൗൺസ്, യൂണിറ്റ് നമ്പർ 2 നൗൺസ് ആൻഡ് പ്രോനൗൺസ്. അപ്പൊ ഒന്നോ രണ്ടോ യൂണിറ്റുകൾ അവസാനിക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള മോഡലുള്ള ക്വസ്റ്റ്യൻസും പറയും കേട്ടോ. പരീക്ഷയിൽ നിങ്ങൾ ആരും ഇംഗ്ലീഷിൽ തോൽക്കും എന്നുള്ളൊരു പേടിയെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ജയിച്ചു. ഇറ്റ് ഈസ് നിങ്ങളൊന്ന് ഫുൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയില്ല, ഒരു പകുതി വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു 1/4 ഭാഗം നിങ്ങൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ജയിച്ചിരിക്കും. ഓക്കെ, തോന്നുന്നത്. യെസ്. അപ്പൊ അതിന്റെ ടെൻഷൻ, പരീക്ഷയെ കുറിച്ചുള്ള ടെൻഷൻ നിങ്ങൾ അങ്ങനെ പറഞ്ഞേക്കുക. നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പോവുകയാണ്. യെസ്, ഓക്കെ. So we were going to discuss the unit number 2 nouns and pronouns. Noun എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാമം എന്ന് പറയും. ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു സംഗതിയുടെയോ എന്തിന്റെയെങ്കിലും പേരിനെ കുറിക്കുന്നതിന് അർത്ഥത്തിൽ പറയാം നൗൺ എന്ന് പറയും. That is called noun. A noun is a name of a person, name of a thing, or the name of anything. നിങ്ങൾ എന്തിനെ കുറിച്ച് പറഞ്ഞാലും അതൊരു പേരാണെങ്കിൽ ആ പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നൗൺ എന്ന് പറയുന്നത്. യെസ്, ഞാൻ ഇവിടെ നിന്ന് വിളിക്കുകയാണ് സേതു ലക്ഷ്മി, അതൊരു പേരല്ലേ. അപ്പൊ സേതു ലക്ഷ്മി എന്നുള്ള പേരെന്താണ്? അതൊരു നൗണാണ്. അടുത്തത് ഞാൻ ദീപ്തിയോട് പറയുകയാണ്, ദീപ്തി എന്ന് വിളിക്കുമ്പോൾ കറക്റ്റ് പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയുകയാണ്. സേതു എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആരതി വിളി കേൾക്കില്ല, സേതു തന്നെ വിളി കേൾക്കും. ദീപ്തി എന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അർസു വിളി കേൾക്കും ഇല്ല, അത് ആർക്കുള്ളതാണ്? ദീപ്തിക്കുള്ളതാണ്. ദീപ്തി മറുപടി പറയട്ടെ എന്ന് പറയുള്ളൂ. യെസ്, അങ്ങനെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് ഒരാളുടെ നൗൺ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. അപ്പൊ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ
കറക്റ്റ് ആണ് നമുക്കറിയാം. നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എനിത്തിങ്. അപ്പൊ അത് കൃത്യമായിട്ട് ഒരു വ്യക്തിയെ ഡിനോട്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണ്, അതിനെ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. അപ്പൊ എന്താണ് പ്രോപ്പർ നൗൺ നമുക്ക് മനസ്സിലായതിനകത്ത് നമ്മൾ പറയുന്നത് ഷിജിനയുടെ സ്ഥലം കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സബിതയുടെ കിഴക്കമ്പലത്തോട്ട് പോവോ? ഇല്ല. അത് അല്ലെങ്കിൽ ജയ്മോളുടെ വൈപ്പിലോട്ട് പോവോ? അതുമില്ല. കൊടുങ്ങല്ലൂർ മീൻസ് കൊടുങ്ങല്ലൂരല്ലേ. സ്പെസിഫൈ ചെയ്ത് പറയുമ്പോ അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രോപ്പർ നൗൺ എന്ന് പറയും. ഓക്കെ, സിമ്പിൾ അല്ലേ? അതുപോലെ നമുക്ക് വേണ്ട വേറെ കാര്യം പറയാം. ബോയ്, കുട്ടി, ആൺകുട്ടി, ഗേൾ, പെൺകുട്ടി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ബോയ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരു ബോയിനെയല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാ ബോയ് അല്ലെ. ഗേൾ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഒരു ഗേളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ ഗേളും. യെസ്. കസേര, കസേര എന്ന് പറയുന്ന ഇഷ്ടംപോലെ സംഗതികളുണ്ട് ഇല്ലേ? കസേര തന്നെ ഇഷ്ടംപോലെ ഇതുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പിന്നെ പശു കൗ എന്ന് പറയുമ്പോൾ കൗ എന്ന് പറഞ്ഞാൽ എല്ലാ കൗ. അങ്ങനെ ഒരു വാക്കുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ നമ്മൾ ഉദ്ദേശിക്കാൻ വേണ്ടി പറയുന്ന നൗണിന് ഈസ് കോൾഡ് കോമൺ നൗൺ. അതിനെ പറയുന്ന പേരാണ് കോമൺ നൗൺ. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു പ്രോപ്പർ നൗൺ, കറക്റ്റ് എടുത്ത് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞു കോമൺ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിനോട്ട്സ് എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനെയാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ന് പറയാം കോമൺ നൗൺ എന്ന് പറയാം. ഓക്കെ, രണ്ട് കാര്യങ്ങൾ സിമ്പിൾ അല്ലേ? സർ പ്രോപ്പർ നൗൺ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യൂ സർ. പ്രോപ്പർ നൗൺ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞുതരോ? എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ഓക്കെ ഓക്കെ. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ക്ലവർ എന്ന് ചില കുട്ടികൾക്ക് പേരിടും. KLEVER ക്ലവർ എന്ന് ചില ആളുകൾ സ്പെല്ലിംഗ് എഴുതും. ചില കുട്ടികൾ CLEVER രണ്ടും ഒരു പ്രോപ്പർ നൗണിന്റെ സ്പെല്ലിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കും. നേരെ മറിച്ച് ബുദ്ധിയുള്ള എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു പ്രോപ്പർ നൗണല്ല, ഒരു അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് അല്ലാതെ നമുക്ക് പിന്നീട് പോകാൻ നോക്കാം. അപ്പൊ അവിടെ നമ്മൾ CLEVER ക്ലവർ എന്ന് പറയും. പ്രോപ്പർ നൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ഒരാളെ, കറക്റ്റ് അയാളെ തന്നെ. ഞാൻ ഇവിടെ പറയുന്ന ആൻസി ഞാനൊരു കാര്യം പറയട്ടെ. ആൻസിയോട് പറഞ്ഞാൽ ആൻസി ശ്രദ്ധിക്കുന്നത്, ജിഷയോ അല്ലെങ്കിൽ ബിസ്മിയോ അത് ശ്രദ്ധിക്കണമെന്നില്ല. കാരണം അത് ആൻസിക്കുണ്ട് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് എടുത്ത് പറയും, കൃത്യമായിട്ട് പറയും. നമുക്കറിയാം ആൻസിയുടെ നാട് എവിടെ? വേറെ ആരെങ്കിലും ഫ്രം? I am from ആലപ്പുഴ. ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആലപ്പുഴ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും അത് കോട്ടയമോ ചങ്ങനാശ്ശേരിയോ അല്ലെങ്കിൽ കാസർഗോഡോ ആകുന്നില്ല. കറക്റ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്ത് കൃത്യമായിട്ട് പറയുന്നതിനെയാണ് പ്രോപ്പർ നൗൺ. ഓക്കെ. രണ്ടാമത് ഒന്ന് കോമൺ നൗൺ എന്ന് പറയും. ഇനി നമുക്ക് വേറൊരു കാര്യം പറയാം. യെസ്. അടുത്ത നമുക്ക് പറയാം സൗന്ദര്യം. അതൊരു നൗണാണ്, പേരല്ലേ? പേരല്ല, ഒരു അവസ്ഥയെ പറയുന്ന പേരല്ലേ? യെസ്. ജനനം, മരണം, ഇതൊക്കെ നമുക്ക് ഒരു അവസ്ഥയെ പറയുന്ന പേരാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്ക് പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മരണം നമുക്ക് കാണാൻ പറ്റില്ല, മരിച്ച് കിടക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഡെഡ് ബോഡിയായി. യെസ്. അപ്പൊ മരണം, ജനനം, ഇത് ജനനത്തിന്റെ പ്രോസസ്സ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. യെസ്. അപ്പൊ നമുക്ക് ഇതിനെ പറയുന്നത് ചില കാര്യങ്ങൾ നൗണാണ്, പക്ഷെ നമുക്കതിനെ കാണാൻ പറ്റില്ല. പക്ഷെ നമുക്കതിനെ വി ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്. നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഇപ്പൊ ചിത്ര യു ആർ എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഇവിടെ വേറെ ചിത്രനെ ഞാൻ വിഷമിപ്പിക്കണ്ട, ഇവിടെ വേറെ കുട്ടി ഇവിടെ വന്ന് നോക്കിയാൽ അപ്പൊ അതിനെ നോക്കിയിട്ട് ഞാൻ പറയും യു ആർ ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ പറയും. അപ്പൊ ഒരു ചിത്രം എന്ത് പറയും? സാറ് എവിടെ നോക്കിയിട്ടാണ് ബ്യൂട്ടി നോക്കണേ? അതിനാണോ ബ്യൂട്ടി? ഞാൻ വേറെ കാണിച്ചാൽ അതിനാണ് ബ്യൂട്ടി. പറയല്ലേ ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നിങ്ങൾ വാചകം കേട്ടിട്ടുണ്ടോ മുഹസീന? ഇല്ല. അത് എഴുതി വെച്ചോ, എവിടെയെങ്കിലും നമുക്ക് പ്രയോഗിക്കാം.
ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് സൗന്ദര്യം. ഞാൻ സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന സംഗതിക്ക് മുഖസീനക്ക് സൗന്ദര്യം തോന്നുന്നില്ല. മുഖസീന സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന സംഗതിക്ക് ജിഷ്ണക്ക് സൗന്ദര്യം തോന്നുന്നില്ല. അത് ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. നിങ്ങൾ നോക്കിയേ, നിങ്ങളുടെ കണ്ണില് ഏറ്റവും സുന്ദരൻ നിങ്ങളുടെ ഭർത്താവല്ലേ? നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്കിയേ, അത് കറക്റ്റാണത്, അതങ്ങനെയേ വരും. നിങ്ങളുടെ ഭർത്താവിനോട് ചോദിച്ചു നോക്കിയേ ഏറ്റവും സുന്ദരി ആരാണെന്ന് ചോദിച്ചു നോക്കിയേ, അവര് പറയും നീയല്ലേ, നിന്നേക്കാൾ സുന്ദരി ആരാണുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു പള്ളി പെരുന്നാളിനോ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിനോ നിങ്ങൾ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ തിരയുന്ന ഒരു മുഖമുണ്ട്. നിങ്ങൾ അതോടെ ജനക്കൂട്ടം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ തിരയുന്ന ഒരു മുഖം ഉണ്ടാകുന്നില്ല. അതിലാണ് നമ്മൾ സൗന്ദര്യം കിടക്കുന്നത്. യെസ്, ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. പിന്നെ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചരിച്ചു വന്നതാണ്. യെസ്, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഭംഗി മാത്രമല്ല, അതിനകത്ത് ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. ഇപ്പൊ ഒരു പെൺകുട്ടിയെ പരമ സുന്ദരിയാണ്, കാണാനൊക്കെ വരും, പക്ഷെ സ്വഭാവം പൊട്ടയാണ്. എല്ലാവർക്കും അറിയാം. നമുക്ക് ആ കുട്ടിയെ സൗന്ദര്യം കണ്ടെത്താൻ പറ്റൂല. അപ്പൊ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ആകാര ഭംഗി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അയാളുടെ ക്യാരക്ടർ, അയാളുടെ ഇടപെടലുകൾ, അയാളുടെ സംസാരം, ഇത് ഒരുപാട് എലിമെന്റ്സ് ഇല്ലാത്തത്. ഇതെല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്താ പറയാ സൗന്ദര്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് പറയുന്നത് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. ഇത് രണ്ടാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഫിഗറ വരുള്ളൂ. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തിത്വമാണ്. അത് വേറെ സംഗതി. അത് ആ വ്യക്തിയിൽ ഉള്ള കുറെ ക്വാളിറ്റീസ് ആണ്. അതാണ് ഇൻഡിവിജ്വാലിറ്റി. പല ആളുകളെയും നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത്, ബഹുമാനിക്കുന്നത് അവരുടെ ആകാരം നോക്കിയിട്ടല്ല, പേഴ്സണാലിറ്റി നോക്കിയിട്ടല്ല, ഇൻഡിവിജ്വാലിറ്റി നോക്കിയിട്ടാണ്, സമീപനങ്ങൾ നോക്കിയിട്ടാണ്, നിലപാടുകൾ നോക്കിയിട്ടാണ്. അത് നമ്മൾ മെന്റലി നമ്മൾ അട്രാക്ട് ചെയ്യും. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തോട് വീണ്ടും വരാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചില നൗണിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, ചിലതിനെ നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിച്ചു വരികയില്ല. അങ്ങനെ പറയുന്ന നൗണുകളെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട്. അപ്പൊ ഇപ്പൊ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞത് പ്രോപ്പർ, രണ്ടാമത് പറഞ്ഞത് കോമൺ, ഇതായിപ്പോറിനെ കൂടി പറഞ്ഞു, അത് അബ്സ്ട്രാക്ട്. ഓക്കെ, ഇനി നമ്മൾ ചില നൗണുകളൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരെണ്ണമായിരിക്കില്ല, ഒരു കൂട്ടമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ധാരാളം ആളുകൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും ക്രൗഡ്, ജനക്കൂട്ടം. അപ്പൊ ഒരാളല്ല, മെനി പീപ്പിൾ എന്നുള്ളതിന് പകരം ക്രൗഡ്, ജനക്കൂട്ടം. യെസ്, അപ്പൊ ക്രൗഡ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളല്ല, ഒന്നിലധികം ആളുകളാണ്. നമ്മുടെ കയ്യിൽ 3-4-5 താക്കോലുണ്ട്. ആ താക്കോലുകൾ നമ്മളിങ്ങനെ ഒരു റിംഗിലിങ്ങനെ പുറത്ത് ഇട്ടിട്ടേക്കാണ്. അപ്പൊ സം കീസ് എന്ന് പറയില്ല, നമ്മൾ ഇതിനെ പറയും ബഞ്ച് ഓഫ് കീസ് എന്ന് പറയും. ബഞ്ച് ഓഫ് കീസ്. കപ്പലുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിന്റെ ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ ഫ്ലീറ്റ് ഓഫ് ഷിപ്പ് എന്ന് നമ്മൾ പറയും. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെ നോക്കി കഴിഞ്ഞാൽ പൂക്കള്. ഒരു പൂവാണെങ്കിൽ നമ്മൾ പൂവെന്ന് പറയും, കുറച്ചധികം പൂക്കളാണെങ്കിൽ നമ്മൾ ബൊക്കെ എന്ന് പറയും. അപ്പൊ ബൊക്കെ എന്ന് പറയുമ്പോൾ പൂവാണ്, പക്ഷെ ഒന്നല്ല, മൂർധനമാണ്. അങ്ങനെ ഒരു വാക്കുകൊണ്ട് അതേ വർഗത്തിലുള്ള ഗ്രൂപ്പിനെ ഉദ്ദേശിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺ. കളക്ഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് തിങ്സ് ആണ്. അപ്പൊ കളക്റ്റീവ് നൗൺ. ഇത് പരീക്ഷകളൊന്നും വരുന്ന ചോദ്യം പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിം ഓഫ് എ പേഴ്സൺ, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എനിത്തിങ്. ആ നൗണിനെ നമ്മൾ 4ആയിട്ട് വിഭജിച്ചു. പ്രോപ്പർ എന്ന് പറഞ്ഞു, പിന്നെ കോമൺ നൗൺ എന്ന് പറഞ്ഞു, അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞു, കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞു. അതൊന്ന് മനസ്സിലൊക്കെ എടുത്ത് ഫീൽ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ നൗണിന്റെ തന്നെ ജെൻഡർ ഒന്ന് പരിശോധിക്കാം. ജെൻഡർ നമുക്ക് സാധാരണഗതിയിൽ പരിചയമുള്ള ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗം എന്ന് പറയുന്നത്, മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നത്. യെസ്, അതിന് നമ്മൾ ജെൻഡറിലോട്ട് പോകും. യെസ്, സാധാരണഗതിയിൽ നമുക്ക് പരിചയമുള്ളത് സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പൊ ഈ നൗണിൽ തന്നെ നമ്മൾ വീണ്ടും
അതിന്റെ ജെൻഡർ ബേസിൽ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യും. യെസ്. അപ്പോ നമ്മളൊരു നൗൺ പറയുമ്പോൾ ആ നൗൺ പറയുന്ന ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ആണിനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറയും. മാസ്കുലിൻ ജെൻഡർ. ഒരാണിന് ഇപ്പൊ ഞാൻ പറയും ബോയ്, ഒരു ബോയ് അവിടെ വന്നിട്ടുണ്ട്. ആ ബോയ് എന്ന് പറയുന്ന നൗൺ കേൾക്കുന്നവർക്ക് അറിയാം, അതൊരു ആൺകൊച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പറയണം മൈ അങ്കിൾ ഹാസ് കം, എന്റെ അങ്കിൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം അങ്കിളല്ലേ, അപ്പൊ നിങ്ങൾ അമ്മായിനെ പ്രതീക്ഷിക്കില്ല, ആണിനെ പ്രതീക്ഷിക്കുള്ളൂ. യെസ്. അപ്പൊ ഒരു വേർഡ് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാണിനെ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറയും. എന്താണ് മാസ്കുലിൻ ജെൻഡർ. ഓക്കെ. ചില പെൺകുട്ടികൾക്ക് ഫിസിക്കലി, എല്ലാവർക്കുമല്ല, 10,000 പേരെ കിടക്കുമ്പോൾ ചില ആളുകൾക്ക് ഈ പുരുഷ ഹോർമോണിന്റെ അംശം കൂടും. അപ്പൊ അത് നല്ല ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ആയിരിക്കും. അപ്പൊ നമ്മുടെ സംസാരവും രീതിയും ചാട്ടവും ഫോട്ടോ ഒക്കെ ആണുങ്ങൾ എപ്പോഴേക്കും അപ്പൊ നമ്മൾ എന്ത് പറയും, മാസ്കുലിൻ ആണ്, കുറച്ചുകൂടി മാസ്കുലിൻ ആണ്. പെൺകുട്ടിയാണ്, പക്ഷെ ആൺകുട്ടികൾ എപ്പോഴും ധൈര്യമായിട്ട് ഇടപെടുകയും സംസാരിക്കുകയും പറയുകയും എല്ലാം ചെയ്യുമ്പോൾ മാസ്കുലിൻ ജെൻഡർ ആണ് ആ കുട്ടി. പെൺകുട്ടിയാണെങ്കിൽ മാസ്കുലിൻ ആണ് എന്ന് പറയും. ഓക്കെ. അപ്പൊ അത് മനസ്സിലായില്ല, മാസ്കുലിൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ഞാനൊരു പേര് പറയുമ്പോൾ, ഒരു നൗൺ പറയുമ്പോൾ ആ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫെമിനിൻ ജെൻഡർ എന്ന് പറയും. നമ്മൾ സാധാരണ അപേക്ഷയൊക്കെ പൂരിപ്പിക്കുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയും. മെയിലാണ് ഫീമെയിൽ ആണ് എന്നൊരു കോൾ ഉണ്ടാവില്ലേ, അതിന്റെ സംഗതി. ആ മെയിൽ എന്നുള്ളതിന് പകരം ഞാൻ ഫെമിനിൻ എന്ന് പറഞ്ഞു. മെയിൽ എന്നുള്ളതിന് പകരം മാസ്കുലിൻ എന്ന് പറഞ്ഞു. ഫീമെയിൽ എന്നുള്ളതിന് പകരം ഫെമിനിൻ എന്ന് പറഞ്ഞു. ഫെമിനിൻ. ഇപ്പൊ ഗേൾ എന്ന് പറയുന്നത് മനസ്സിലാവും, പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. മദർ ആ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയാണ്. അപ്പൊ അതും ഒരു പെണ്ണാണ്, സ്ത്രീയാണ്. യെസ്. അങ്ങനെ പറയുന്ന നൗൺ കൊണ്ട് ഒരു സ്ത്രീലിംഗത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫെമിനിൻ ജെൻഡർ എന്ന് പറയും. ഫെമിനിൻ ജെൻഡർ. നേരത്തെ ഞാൻ പറഞ്ഞു ചില പെൺകുട്ടികൾക്ക് മാസ്കുലിൻ ജെൻഡർ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചില ആൺകുട്ടികൾക്ക് എന്തുണ്ടാവും, ഈ ഫെമിനിൻ ജെൻഡർ കൂടുതലായിട്ട് വരും. നമ്മൾ അവിടെ ദിലീപിന്റെ സിനിമ ഇറങ്ങിയതിനു ശേഷം ഒരു പേര് വിളിക്കും. എന്താ പേര് വിളിക്കുന്നത്? ട്രാൻസ്ജെൻഡർ. ചാന്തുപൊട്ട്. ട്രാൻസ്ജെൻഡർ. ഓക്കെ. അത് വേറൊരു സംഗതിയാണ്. അതിന് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അത് ഉൾപ്പെടുത്താട്ടോ. യെസ്. ചാന്തുപൊട്ട് എന്ന് വിളിക്കും. യെസ്. താന്തരികളതും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന രീതിയിൽ നമുക്ക് നമ്മളെ കളിയാക്കും. യെസ്. ഓക്കെ. അപ്പൊ അങ്ങനെ പറയും. അപ്പൊ നമുക്ക് മനസ്സിലായി ഫെമിനിൻ എന്താണ്, മാസ്കുലിൻ എന്താണെന്ന് മനസ്സിലായി. ഇനി വേറെ ഒരു ജെൻഡർ കൂടിയുണ്ട്. ആ ജെൻഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, പക്ഷെ അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു ബെഞ്ച്, അത് ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ പറ്റും. ഡെസ്ക്, അത് പേരല്ലേ. TV, നമുക്ക് അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. ഇങ്ങനെ നൈദർ ഫീമെയിൽ നോർ ഫീമെയിൽ, അത് ആണും അല്ല പെണ്ണും അല്ല, അങ്ങനെ പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ ജെൻഡർ എന്ന് പറയും. ന്യൂട്രൽ. നമ്മളില്ലേ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ന്യൂട്രായിട്ട് നിൽക്കാന്ന് പറയില്ലേ, അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള നടുക്ക് നിൽക്കുന്നത് ന്യൂട്രൽ അടിച്ച് നിൽക്കാന്ന് പറയില്ല. അപ്പൊ ആ വാക്ക് ഓർത്താൽ മതി, ന്യൂട്രൽ ജെൻഡർ. ഓക്കെ. അപ്പൊ അത് ആണുമല്ല പെണ്ണുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു മാസ്കുലിൻ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു, ഫെമിനിൻ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു, ഇപ്പൊ ന്യൂട്രൽ ജെൻഡർ എന്താണെന്ന് പറഞ്ഞു. ഇനിയും ഒരെണ്ണവും കൂടിയുണ്ട്, വൺ മോർ തിങ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അവൾക്ക് ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് നൗണാണ്. യെസ്. ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്. ആ കുട്ടി എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് വേണമെങ്കിൽ വിചാരിക്കാം ആൺകുട്ടിയും ആവാം പെൺകുട്ടിയും ആവാം. അപ്പൊ ഈക്വൽ ചാൻസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞത് ആണും ആവില്ല പെണ്ണും ആവില്ല, അതായത് നമ്മൾ ന്യൂട്രൽ പറഞ്ഞത്. ഇവിടെ എന്താണ്, രണ്ടും ആവാം. വേണമെങ്കിൽ ആണാവാം, വേണമെങ്കിൽ ആരാവാം, പെൺകുട്ടിയും ആവാം. യെസ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്നെ പറയാം കോമൺ ജെൻഡർ എന്ന് പറയാം. എന്താ പറയാ, കോമൺ ജെൻഡർ. രണ്ടിലും എടുത്ത് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് വേണമെങ്കിൽ ആണാവാം, ഫ്രണ്ട് വേണമെങ്കിൽ ആരാവാം, പെൺകുട്ടിയുമാവാം. അത് അവിടെ ഒരു ശത്രു കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ആ ശത്രു വേണമെങ്കിൽ ആരാവാം, ആൺകുട്ടിയാവാം, പെൺകുട്ടിയാവാം. അപ്പൊ രണ്ട് ചാൻസുകളും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, കോമൺ ജെൻഡർ എന്ന് പറയും. അപ്പൊ ഞാൻ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യുന്നു.
ആ സമ്മപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് നൗൺ. ആ നൗണിനെ നമ്മൾ 4 ആയിട്ട് വിഭജിച്ചു. പ്രോപ്പർ, കോമൺ, അബ്സ്ട്രാക്ട് ആൻഡ് കളക്റ്റീവ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ജെൻഡറിനെ കുറിച്ച് നോക്കി. ആ ജെൻഡറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ജെൻഡറിനെ നമ്മൾ 4 ആയിട്ട് വിഭജിച്ചു. ഒന്ന് മാസ്കുലിൻ ജെൻഡർ, അടുത്ത ഫെമിനിൻ ജെൻഡർ, ന്യൂട്രൽ ആൻഡ് കോമൺ. സിമ്പിൾ അല്ലേ? വെരി സിമ്പിൾ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. നിങ്ങൾ അധികം ഒന്നും പഠിക്കണ്ട, കുറച്ച് പഠിച്ചാൽ മതി. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പോകും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാൻ നോട്ട്ബുക്ക് എടുത്തേ. നോട്ട്ബുക്ക് എടുത്തോളൂ. എടുത്തോ. ഞാൻ പറയുന്ന വേർഡുകൾ അടിയിലായിട്ട് എഴുതണം കേട്ടോ. ഞാൻ പറയുന്ന വേർഡുകൾ അടിയിലായിട്ട് എഴുതാം. ഫസ്റ്റ്, FIRST, ഫസ്റ്റ്. അതിന്റെ അടിയിൽ നെക്സ്റ്റ്, അതിന്റെ അടിയിൽ then, TGN, then. അതിന്റെ അടിയിൽ ആഫ്റ്റർ ദാറ്റ്. മൂന്നാമത്തെ എന്താ സാർ? നാലാമത്തെ ആഫ്റ്റർ ദാറ്റ്. അതിന്റെ അടിയിൽ ഫൈനലി. I will repeat it once more. First, next, then, after that, finally. Okay? Yes, പേനയൊക്കെ വെച്ചോളൂ, റിലാക്സ് ചെയ്തിരുന്നോളൂ. ഓക്കെ. അപ്പൊ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. എന്താ പറയാ, ആരും നോ എന്ന് പറയരുത്. എന്റെ ഒപ്പം നിങ്ങൾ വരികയും വേണം കേട്ടോ. യെസ്. അപ്പൊ ഞാൻ ഇല്ലാതെ നോക്കി കഴിയുമ്പോൾ ഷിജിനൊക്കെയാണ് കുറച്ച് ധൈര്യമുള്ളത്. അപ്പൊ ഞാൻ ആദ്യം ചോദിക്കുന്നത് ഷിജിനോടാണ് കേട്ടോ. ഷിജിനോട്. ഓക്കെ സാർ. വെരി ഗുഡ്. കേട്ടാ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 വേർഡ് വെച്ചിട്ട് 5 സെന്റൻസ് എന്ന് പറയണം. ഫസ്റ്റ് വെച്ചിട്ട്, നെക്സ്റ്റ് വെച്ചിട്ട്, ദെൻ വെച്ചിട്ട്, ഫൈനലി വെച്ചിട്ട് 5 സെന്റൻസ്. ആദ്യം പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് എന്നായിരിക്കും. രണ്ടാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് നെക്സ്റ്റ് എന്നായിരിക്കും. മൂന്നാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് then എന്നായിരിക്കും. നാലാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ ദാറ്റ് എന്നായിരിക്കണം. അഞ്ചാമത് പറയുന്ന സെന്റൻസിന്റെ ഫസ്റ്റ് വേർഡ് ഫൈനലി എന്നാണ്. സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും, ഓ ഇതിപ്പോ എങ്ങനെ എത്തിക്കാനാണെന്ന് വിചാരിക്കും. വേറെ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് നിങ്ങൾ നല്ല കലാപൊളിക്ക് ആ വഴിക്ക് നമുക്ക് പറയാം. ഞാൻ ഇപ്പോ 2-3 എക്സാമ്പിൾ പറയുന്നു. ഞാൻ പറയണത് അതോടുകൂടി ഡിലീറ്റ് ആയിട്ട് നിങ്ങൾ വേറെ വഴി പിടിച്ചോളൂ. യെസ്, ഞാൻ പറയാം. ഫസ്റ്റ്, ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. കറക്റ്റായില്ലേ? രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. നെക്സ്റ്റ്, ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? പല്ല് തേച്ചു. Then I drank a cup of tea. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കപ്പ് ചായ കുടിച്ചു. After that, I took my bath. അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുളിച്ചു. Finally, I went to online class coaching center. സിമ്പിൾ ആയില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രീതി പറയാം. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് ചായയാണ്. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഫസ്റ്റ് ഐ സ്വിച്ച് ഓൺ the stove. Next I put a glass of water. Then I added some milk. After that I put some tea powder. Finally the tea is ready. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി വേറെയും പറയാം. First, I quarreled with the KCB meter reader. Examination. First, I quarreled with the KCB meter reader. ആദ്യം ഞാൻ എന്ത് ചെയ്തു? KCB meter reader വഴക്കിട്ടു. Next, I gave a complaint against him. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? അയാൾക്ക് കംപ്ലൈന്റ് കൊടുത്തു. Then he didn't come for reading to my home. പിന്നീട് അദ്ദേഹം എന്റെ വീട് റീഡിംഗ് എടുക്കാൻ വന്നിട്ടില്ല. After that, I felt very sorry. എനിക്ക് വളരെ സോറി തോന്നി. Finally, I became his wife. ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി.
നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബെസ്റ്റ് സുഹൃത്തിനെ കണ്ടത്, അല്ലെങ്കിൽ ആ സുഹൃത്ത് നിങ്ങളുടെ ബെസ്റ്റ് സുഹൃത്തായത്, അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണു കാണാൻ വന്നത്, അതൊക്കെ ആലോചിക്കും. വന്നു കണ്ടു കീഴടക്കി, യൂലിയസ് പറഞ്ഞ പോലെ. യെസ്, നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ ഭാവനയിൽ വിരിയട്ടെ, ക്രിയേറ്റിവിറ്റി ആർക്കൊക്കെ നോക്കട്ടെ. ഞാൻ പറഞ്ഞതൊക്കെ ഡിലീറ്റ് ആക്കിക്കൊണ്ടു, കാരണം അതൊന്നും പിടിക്കില്ല. അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് നിങ്ങൾ വെറൈറ്റി പിടിക്കും. ഓരോരുത്തർക്കും വരുന്ന വെറൈറ്റി നമുക്ക് നോക്കാം. ഇവിടെയാണ് നമ്മളുടെ ഭാവന ചിറക് വിരിച്ച് പറക്കാനായിട്ട് പോകുന്നത്. യെസ്, പറഞ്ഞു പോയി. ഷിജിന, ഞാൻ ഇത്രയും നേരം നീട്ടി പിടിച്ചത് ഷിജിനക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷിജിനയുടെ ചിരി ഇവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ ഷിജിന, ഇത് നിങ്ങൾ ഓരോരുത്തരും ആ ഫസ്റ്റിന്റെ നേരെ എഴുതി വെച്ചു. അപ്പോ കുറച്ചു പേർക്ക് തോന്നും, അയ്യോ ഞാൻ എഴുതി വെച്ചതാണല്ലോ ഇപ്പോ ആൻസി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരെണ്ണം വേണ്ട, രണ്ടെണ്ണം എഴുതി വെച്ചു, അങ്ങ് മൂന്ന് എഴുതി വെച്ചു, ഫസ്റ്റിന്റെ നേരെ നിങ്ങൾക്ക് പറയാവുന്ന. അപ്പൊ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ എഴുതുക. അപ്പൊ ഷിജി ഫ്രം കൊടുങ്ങല്ലൂർ, ഷീ സ്റ്റാർട്ട്. അപ്പൊ ഷിജിയുടെ ഐശ്വര്യത്തിൽ വേണം നമ്മുടെ ചർച്ചകളൊക്കെ മുന്നോട്ട് പോവാൻ. ഇൻഷാല്ലാ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇഫ് ഗോഡ് പെർമിറ്റ്, അല്ലേ? Okay, God is permitted, Allah is permitted. Continue, Shiji. First examination, Jisha ma'am. Yes. Next examination, Job sir. Yes. Then Ashadi ma'am. Yes. After that, tell it. Yes, after that, introduction, Jayamani sir. Yes. Finally, examination, student, Jisha teacher. അല്ല, ജിഷ ടീച്ചർ അല്ല. ഫൈനലി എക്സാമിനേഷൻ ഫസ്റ്റ് കിട്ടിയത് ജിഷക്കാണെന്ന്. Very good. Okay. Finally, Jisha got first in final examination. നിങ്ങൾക്കത് പറയാം. നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്ത്. ഓക്കെ ഷിജിന, വെരി ഗുഡ്. ഷിജിനയുടെ അതൊന്നും എഴുതി വെച്ചിട്ടില്ല, എന്റെ ഭാവന എന്ന് പറഞ്ഞോട്ടാ. അതാണ് വേണ്ടത്. നമുക്ക് കയ്യും വീശി കയറുക, empty hand and full of mind. അപ്പൊ നമുക്ക് ഭാവനയുടെ കയറാം, എന്നിട്ട് അങ്ങോട്ട് തകർക്കുക. Okay. Very good. Thank you. I appreciate your courage. ധൈര്യത്തെ ഞാൻ അഭിനന്ദിച്ചു. Yes. Thank you. ഇങ്ങനെ ഇരിക്കണം. നമ്മൾ അതിൽ കയറി നിങ്ങൾ പഠിപ്പിക്കേണ്ട ആളുകളല്ലേ, പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റൂ. യെസ്, ഇനി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തകർക്കേണ്ട ആളുകളല്ലേ. നിങ്ങൾ കാണുമ്പോ ടീച്ചർമാര്, കുട്ടികളുടെ മാതാപിതാക്കന്മാര് പറഞ്ഞു, ഷിജിന ടീച്ചർ അടിപൊളിയാണ്, അല്ലെങ്കിൽ ദീപ്തി ടീച്ചർ അടിപൊളിയാണെന്ന് പറയട്ടെ. യെസ്, പറയിപ്പിക്കട്ടെ. യെസ്, ഇറ്റ് ഇസ് ബെസ്റ്റ്. അപ്പൊ ഷിജിന, വെരി ഗുഡ്. ഓരോരുത്തരും റെഡി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. മുഹസീന പറഞ്ഞു. മുഹസീനെ കുറിച്ച് ഓരോന്ന് വിചാരിക്കാം. ജിഷ വിനോദ്. Good morning, sir. Yes, Jisha Vinod. Where are you from, Jisha? Idiki Kattapana. Yes, very good. The land, high range. High range. Very good. Okay, Jisha, continue. First, I prepared rice. Yes. Next, I prepared breakfast. Okay. Then I went to my shop. Yes. After that, I cleaned my shop. Yes. Finally, I attended my class today. Very good. Super, very good. And live exam ആണ് ജിഷ പഠിച്ചത്. Yes, very good. ഈ കോഴ്സിലേക്ക് നിങ്ങൾ ചേർന്നത് ഫസ്റ്റ് ടൈം നോട്ടീസ് അഡ്വർടൈസ്മെന്റ് ഇൻ ദി ഓൺലൈൻ, then I telephone. അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു പറയാം. യെസ്, ഓക്കെ. അതല്ലാതെ എന്ത് കാര്യം പറയണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ കുട്ടിയുടെ PTA മീറ്റിംഗ് ഫസ്റ്റ്. എന്റെ മകൻ എന്നോട് PTA മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് ദിവസം അവിടെ പോയി മീറ്റിംഗ് കഴിഞ്ഞു, തിരിച്ചു വന്നു. ഓക്കെ, നിങ്ങളൊരു ഭാവന ഉണ്ടാക്കി. ഞാൻ കുറച്ച് തോട്ടങ്ങൾ ഇട്ട് തന്നു മാത്രമേ ഉള്ളൂ, അവിടെ പിടിച്ചങ്ങനെ തീർന്നത്. യെസ്. അപ്പോ ഷിജിനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഈ പറയുന്നതിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഭാവന സമ്പന്നമായിട്ട് ആരെല്ലാം പറയണമെന്ന് ചെക്ക് ചെയ്തോളൂ ഷിജിന. യെസ്. ഓക്കെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ആൻസി, യു സ്റ്റാർട്ട്. അയ്യോ സാർ, ഞാനാണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. യെസ്, ഓക്കെ. എന്നാലും അടുത്ത ചാൻസ് തരാം.
Bismay. അല്ല ഞാൻ പറയുന്നത് സാർ കയ്യിൽ കുഞ്ഞിരുന്നുണ്ട് ഐ വിൽ Oh, yes. Ansi, where are you from? സർ ഐ ആം ഫ്രം ആലപ്പുഴ. Alapura. Okay, I forgot it. Okay, continue. First I entered my online class. Yes. Next I take my books. Yes, I took my books. Okay. Then I heard the class. Yes. After that I wrote the books what they sir told. Yes. Finally I closed the books and back to my home. Yes. Very good. എല്ലാ ലൈവ് എക്സാമ്പിളാണ് പഠിക്കുന്നത്. അതെങ്ങും പോകുന്നില്ല, ലൈവ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് തല്ലുപിടിച്ചൊരു കേസ് പറയാം. തല്ലുപിടിച്ചതിന് ശേഷം പിന്നീട് ടേംസിലോട്ട് വന്നത് പറയാം. ഞാൻ സാധ്യതകളായിട്ടത് ഭാവന സമ്പന്നമായിട്ട് നിങ്ങൾ പറഞ്ഞു. യെസ്, Bismay. Yes, very good morning, Bismay. Where are you from? കൊല്ലം. Yes, കൊല്ലം കണ്ട പിന്നെ ഇല്ലം വേണ്ടെന്നല്ല പറയുന്നത്. യെസ്, Bismay from കൊല്ലം. തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ നല്ല ധൈര്യമാണെന്നാണ് കേട്ടേക്കുന്നത്. Bismay, you start. Yes. First, I decided to make a garden. Yes, decided to make a garden. Okay, yes, okay. Next, I make a pit. Yes. Then put some organic waste. Yes. After that, the plant putting the pit. Yes. Finally, I wait the plant to grow. Very good. Garden ഉണ്ടാക്കി കഴിഞ്ഞു Bismay പറഞ്ഞ സമയം കൊണ്ട്. Very good. I appreciate your sense. Okay, observation. Very good. Okay. അപ്പൊ ഇപ്പൊ വേറൊരാൾ ഗാർഡൻ ഉണ്ടാക്കുന്ന ഇടയ്ക്ക് വെച്ചിട്ടുണ്ടാവും, അതാണ് ഡിലീറ്റ് ആയി പോയത്. ഓക്കെ. ജിൻസി രാജി പറയൂ. Good morning, sir. Yes, very good morning, Ginsi. Where are you from? Coimbatore, sir. Where are you from? Coimbatore. അല്ലേ? Yes, sir. Okay. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. Okay, Coimbatore. Okay, I forgot it. Okay. Ginsi. You continue, Ginsi. First, I clean up my face. Yes. Next, I put my moisturizer on face. Yes. Then I fill my eyebrows. Yes. After that, I put my lipstick and comb my hair. Yes. Finally, I ready to go. Very good. Okay. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾ നേരത്തെ ചായ ഉണ്ടാക്കി അരി വെച്ചില്ലേ, അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെഡിക്യൂറയോ മാനിക്യൂറോ അല്ലെങ്കിൽ ഫേഷ്യലിങ്ങോ ആ ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റ് പറഞ്ഞു വരാം. വെരി ഗുഡ്, ജിൻസി. Okay. I also appreciate your observation. Reshma KC. Reshma. Samay. Okay. Okay. After Reshma, I will come to you. Okay, Sadal? Okay. Okay. Reshma, where are you from? I am from Kottayam, sir. Kottayam. Reshma, from Kottayam. Okay. Parnolu, Reshma, continue. First, I take 6 breads. Yes. First, I take 6 breads. Yes. Next, I toasted it. Then I cooked Yes. 3 omelets. Yes. After that, Yes. I fill omelets into 6 breads. Yes. Finally, I eat it. Okay. Bread and omelette ആണ് രേഷ്മ ഉണ്ടാക്കിയത്. Okay. Very good. Okay, very good. അപ്പൊ സാഹൽ PS. Okay, very good. ഇതുപോലെ നിങ്ങൾ സൃഷ്ടിച്ചോ? Okay. സാഹൽ PS. Sir, I am Yes. Shabna from Kannur. From Adu. From Kannur. Okay. അപ്പൊ ഇതിനകത്ത് സാഹലിനെ കണ്ടത് ചോദിച്ചേട്ടാ. അത് മാറ്റണം സാർ, മറന്നു. Yes. Okay. First, I joined this class. Yes. Next time, my little girl is crying. Yes. Then I feed it. After that, she is playing. Finally, I Yes. continue the class. Very good. Live example ആണ് ഷാദൽ പിടിച്ചത്. Very good. Okay. Keep it up. Thank Very you. good. ഞാൻ പറയട്ടെ? അനു പറഞ്ഞോളൂ. അനു From Kalur. അല്ലേ? Anu Jinesh. അനു, where are you from? Kalur, Kochi. കലൂർ. നമ്മുടെ കലൂർ അല്ലേ? Yes. അതെ. ആ
First, we have conducted a meeting. Yes. Next, we have decided the programs. Yes. Then we made an agenda. Yes. After that, we bought game materials and decorating item, flowers, etc. Very good. Finally, we have conducted our honor celebration very well. ഓക്കെ ഞാൻ ചോദിക്കാൻ പോയത് എവിടെയോ നടത്തിയ പരിപാടിയാണല്ലോ അനു എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. അതിന് മുമ്പ് തന്നെ കറക്റ്റ് വന്നു. Finally, we conducted the honor celebration. Our honor celebration was last Sunday. Okay. You are the master brain behind it, I think. Yes. Not like that, but somehow. Yes. Okay. Very good. Keep it up. ഇനി നമ്മൾ വേറെ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ വലിയ കുട്ടികളുടെ അല്ലെങ്കിൽ വലിയ എണ്ണ കുട്ടികളുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ട ആൾക്കാരാണ്. യെസ്, വെരി ഗുഡ്. ലെന ലക്ഷ്മി. ലെന സർ. ഓക്കെ, നിങ്ങൾക്ക് പോന്നോട്ടോ. കാരണം ഇത് സംഭവങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് പേരൊക്കെ പറയുമ്പോൾ ധൈര്യം വരുന്നില്ലേ? നിങ്ങളിങ്ങനെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മളിങ്ങനെ ഉൾവലിഞ്ഞ് നിന്നത് നമുക്കൊരു പിന്നീട് പറയേണ്ടത്. യെസ്, അത് നമ്മൾ അങ്ങനെ ആയിപ്പോയി. അപ്പൊ പിന്നെ നമ്മൾ ഫോർവേഡ് ആണോ? യെസ്, ഓക്കെ. ലെന, യു കണ്ടിന്യൂ. ലെന, വേർ ആർ യു ഫ്രം? കോഴിക്കോട്. യെസ്, വെരി. നല്ല എഴുത്തുകാരുടെ നാടാണ് കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യെസ്, ഓക്കെ. ലെന, കണ്ടിന്യൂ. First meet my friend at our school. Yes. Next my best friend. Yes. Then my enjoy long life. Yes. After that I love my friends. Yes. Finally relationship and continue. Yes. Thank you. Finally the relationship is continuing. Okay. ഏത് വീഡിയോ ക്ലാസ് കൊണ്ടൊക്കെ ഏൽപ്പിച്ചു കൊടുത്തോട്ടോ. Yes. Okay. Yes. Very good. Yes. Aisha. വരുമ്പോൾ വിചാരിക്കാം നമുക്ക്. ചിത്ര എടപ്പാൾ. Hello, sir. Good morning. Yes. Very good morning, Chitra. How are you? Fine, sir. You are from എടപ്പാൾ. പേരിൽ തന്നെ ഉണ്ട്. നല്ല എഴുത്തുകാരുടെ പേരൊക്കെ എഴുതുന്ന പോലെയാണ്. സൂമർ അരീക്കോട് എന്നൊക്കെ പറഞ്ഞ പോലെ ചിത്ര എടപ്പാൾ. വെരി ഗുഡ്. It is in Malappuram district? Yes, Malappuram district. Okay. Very good. നല്ലവരായ ആളുകളുള്ള എടപ്പാൾ. Yes. Yes, sir. എന്റെ കൂടെ വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. Okay, continue. First take some chicken. Yes. Then prepare very tastily. Yes. After then serve my parents. Finally I eat that. I ate it with chapati. Okay, Chitra. Chicken curry ആദ്യമാണ് ആരുണ്ടാക്കിയത്? ചിത്ര ഉണ്ടാക്കിയത്. Okay. Yes. Very good. സബിത. Yes, സബിത പറഞ്ഞോളൂ. കിഴക്കമ്പലത്തിന്റെ നാട്ടിൽ നിന്ന് വരുന്ന സബിത തന്നെ പറയും. Yes. First I go to my son's school to morning. Yes. Next attending the PTA meeting. Very good. Yes. Then I go to meet my son's teachers. Yes. After that all subjects maths are taking. Yes. Finally I speak some suggestions about my son. Yes. And I go to my home. Very good. Okay. PTA meeting പോയി ടീച്ചറെ കണ്ട് തിരിച്ചു വന്ന കാര്യമാണ് സബിത പറഞ്ഞത്. Very good. സേതുലക്ഷ്മി. Thank you, sir. Okay, very good. Sedulakshmi, how are you? Fine. Where are you from, Sedulakshmi? I'm from Kollam. Yes. Sedulakshmi, continue. First I woke up in the morning. Yes. Next I ate breakfast. Yes. Then I went to work. Yes. After that, I finished my task. Finally I went to home. Very good. Okay. Sedulakshmi, very good. Arathi. Good morning, sir. Yes, good morning. Arathi, where are you from? I am from Goa, sir. You are from? Goa. Kasaragod ഉണ്ട്,
കോയമ്പത്തൂരുണ്ട്, ഗോവയുണ്ട്. അപ്പൊ ആരതി ഗോവയിൽ നിന്നാണെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ പറ്റില്ല? നേരത്തെ ഞാൻ ആരതി പറയുന്ന സമയത്തിന് മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ ഗോവയിൽ ഒരാളുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഗോവയുമായി My ബന്ധപ്പെട്ട native is Palakkad, sir. ഒറിജിനൽ പ്ലേസ് ഇസ് പാലക്കാട്. Now you are staying in Goa. I am settled in Goa. Yes, okay, very good, very good. Yes, suppose let me ask you one more question. How do you feel about Goa? How long you have been in Goa? I am after marriage Goa, sir. 24 years. 24 years. Very good, very good, very good. Yes, sir. അപ്പൊ ഗോവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാല് ചോദിക്കാൻ ഒരാളായില്ല അവിടെ. Yes, very good, very good. Okay, Arati, you please continue. First I woke up and brushed my teeth. Next I went to kitchen and prepared tea and breakfast. Then served food for my daughter and husband. After that I took bath and I prayed. Finally I am attending online class. Very good, very good. Grammar correct. Very good, very good, very good. Okay, very good. Yes, ask. Yes, Sudhi, ask the registration ഞാൻ വരാം കേട്ടോ. Yes. Ask. Good morning, sir. Yes, good morning. Ask, where are you from? I am from Pattanapuram, Kollam. Kollam. Yes. പറഞ്ഞോളൂ ആർഷ്. പറയട്ടെ sir. Yes, continue. First, I decided to planned a tour to Dubai. Next, I applied for visa. Yes. Then booked the ticket. After that, afterward I got ready, and finally we flew to Dubai. Yes, we reached Dubai. Okay. Very good. Yes, Arsu പറഞ്ഞത് ആർഷു ദുബായി പോയ സ്റ്റെപ്പുകളാണ്. Very good. Jaymol. Yes, good morning, sir. Yes, very good morning. Jaymol, where are you from? ഞാൻ വൈപ്പിൻ എടവനക്കാട്. വൈപ്പിൻ എടവനക്കാട്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണല്ലേ? Yes, okay. Jaymol. Okay, continue. First, I am reading a newspaper. Newspaper, okay. Next, I am calling my mother. Yes. Then, I hearing my mother talk. Yes. After that, I went to my work. Yes. Finally, I am drinking a water. Finally, I am drinking a glass of water. Okay, Jaymol. Very good. For your live example. Okay. Omena. അല്ല, ഓമനക്ക് മുമ്പ് ഒരു മിനിറ്റ്. ഓമനക്ക് മുമ്പ് ഇവിടെ ഒരാൾ നേരത്തെ വരാമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ശ്രുതി. ശ്രുതി. യെസ്, ശ്രുതി പറഞ്ഞു. നമ്മുടെ നാട്ടുകാരിയല്ലേ, കുന്നുകര മാഞ്ഞാലി ഭാഗത്തോട് ആണെന്നല്ലേ പറഞ്ഞു? യെസ്, പറഞ്ഞോളൂ ശ്രുതി. അല്ല, ഞാൻ പത്തനംതിട്ട. അപ്പൊ വേറൊരു ശ്രുതി ഒന്നുണ്ടായിരുന്നല്ലോ വേറെ ഇല്ലല്ലേ? അത് കോട്ടയത്ത് ശ്രുതി കോട്ടയത്തു നിന്നായിരുന്നു. ആ ശ്രുതി ഇല്ലെന്തോ ജോയിൻ ചെയ്തിട്ടില്ലെന്തോ. First get ready 9 o'clock. Yes. Next is the bus stop. Yes. Then in temple. Yes. After the prayer. Yes. Finally then home. Very good. Finally I reached the home. Okay, Sudhi? Very good. Omena, Omena? Yes. Omena വരുമ്പോൾ വിചാരിക്കും ധൈര്യം ഭരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. Srija. Yes, sir. Yes, how are you, Srija? Sir, I'm good. Very good. Hello. Where are you from, Srija? Sir, I'm from Chenganur. Chennai. Chenganur, Alapura district. Chenganur. Sorry. അതെ. Srija, continue. So first I planned for a trip. Next, I googled some good places for an outing. Yes. Next, then
Then I booked tickets. After that, I packed my bags. Yes. Finally, I went for an outing. So, very good, very good. പോയ കേസാണ് അല്ലെങ്കിൽ ഇമാജിനറി ആണ്? Other. പോയതാണ്. Where did you go? Sir, not imaginary. I was from Mumbai. I settled in Kerala now. Very good, very good, very good. Okay, 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 okay. Vidya. Good morning, sir. Yes, good morning, Vidya. How are you? Fine, sir. Yes, where are you from, Vidya? I am from Malappuram. Yes, Malappuram. Okay, you continue, Vidya. First, I am going to temple. I meet my friend. Yes. Then we are going to Yes. the temple. After that, we got Darshana. Yes. Finally, എത്തിയില്ലല്ലോ? Finally, got in Prasad. Yes. Okay, 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 okay. Very good. ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ടായിരുന്നു വിദ്യ. Yes. Okay, 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 okay. ആര്യ. 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 Good morning, sir. ആര്യയ്ക്ക് സ്വിച്ച് മാറിപ്പോയി തോന്നുന്നു അല്ലേ? Yes, ആര്യ. Good morning. Where are you from, ആര്യ? Yes, എവിടുന്നാ വരുന്ന ആര്യ? ആര്യ, can you hear me? Hello. കേൾക്കാമോ? ആര്യ, no technical issue ആണെന്ന് തോന്നുന്നു. Sir, I am from Kollam. Yes, yes, continue. Sir, I am from Kollam. Okay, continue. Kollam, sir. Okay, Yes, sir. okay, continue. Welcome, sir. Welcome. Welcome. Yes, continue. Sir, Yes. good morning. Okay. Next, I sent him to school. Then I engaged my other household works. ആര്യയ്ക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ തോന്നുന്നു അല്ലേ? Sir, here is a network problem. That is the problem. Okay. No problem. Then എനിക്ക് കേൾക്കാം, sir. Continue. Then I engaged my other household works. Yes. After that, I attended my online class. Yes. Finally, I continued my daily routine. Very good. Okay, Arya. Very good. Suri MP പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ അല്ലൂസ്. യെസ്, ഞാൻ നേരത്തെ വിളിച്ചിട്ട് മറ്റു തിരക്കുകൾ കൊണ്ട് വരാൻ പറ്റാതെ ആക്കിയില്ല. സാറേ ഞാൻ പറയാം എന്ന് പറയുന്നത് ധൈര്യമായിട്ട് വരാട്ടോ. ഞാൻ പറയട്ടെ. യെസ്. ഓക്കെ മുഹസീന, നോ പ്രോബ്ലം. യെസ്. ഐസ നേരത്തെ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല അല്ലേ? ഐസ, വേറെ ഓക്കെ. സൗണ്ട് ഇത്തിരി കുറവാണ്, ഓടിയിട്ട് കൂട്ടിക്കോ. ഓക്കെ, പറഞ്ഞോളൂ. First, take a paper. Next, take a pencil and eraser and painting. Color pencil. Then draws a picture. After that, the picture is painting. Final, the picture is ready. Very good. ഒരു പെൻസിൽ ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. ഘടനയെ കുറിച്ചായിരുന്നു. അപ്പൊ വേറൊരാള് പറഞ്ഞു, അതാണ് ഞാൻ ക്ലിയറാൻ. പിന്നെ വേറെ ഒരെണ്ണം വേറെ പറയാൻ സാധ്യമില്ലാത്തവരും തയ്യാറാക്കിയതാണ് അല്ലേ ഐസ? വെരി ഗുഡ്. യെസ്, അതാണ് കൊല്ലത്തിന്റെ പ്രത്യേകത. സന്ദർഭോചിതമാണ്, കറക്റ്റായി തീരുമാനം എടുക്കാൻ പറ്റും. വെരി ഗുഡ്. യെസ്, ഇനി ആർക്കെങ്കിലും? മുഹസീൻ, ആർ യു റെഡി? യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു മോഡറേറ്റർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഷിജിനെ. ഷിജിനയുടെ അഭിപ്രായത്തില് ഷിജിനക്ക് ടാസ്കാണ് കൊടുക്കുന്നത്. കാരണം ഷിജിനക്ക് ഒരുപാട് ശബ്ദങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളത് അല്ലേ? അയ്യോ, ഞാൻ പറയാം. രണ്ടുപേരുണ്ട്.
രണ്ടുപേരും നന്നായിരുന്നു. ആർക്കെങ്കിലും രണ്ടുപേര്? ബിസ്മിയ, ജിൻസി. ബിസ്മിയ ആൻഡ് ജിൻസി. ജിൻസി. ബിസ്മിയ എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിസ്മിയ പറഞ്ഞേ. ബിസ്മിയ. ജിൻസി എന്താ പറഞ്ഞത്? ബിസ്മിയ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ഞാൻ ഗാർഡനിങ്ങിനെ കുറിച്ചാണ് ഗാർഡനിങ്ങിനെ കുറിച്ചാ പറഞ്ഞത്. ജിൻസി എന്തിനെ കുറിച്ചാ പറഞ്ഞത്? മേക്കപ്പ്. മേക്കപ്പിനെ കുറിച്ചാ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ഷിജിന എന്നോടാണ് പറയണേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ഷിജിനക്ക് തീരുമാനമനുസരിച്ച് ജിൻസിയുടെയും ബിസ്മിയുടെയും പ്രകടനം സൂപ്പറായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അറ്റംപ്റ്റിനെ ഞാൻ മൊത്തത്തിൽ അഭിനന്ദിക്കുക. വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ് ചോദ്യം. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാം കുറച്ച് പറഞ്ഞിട്ട് ഉള്ളിൽ ചെറിയൊരു കോൺഫിഡൻസ് ഒന്നുമില്ല. ഇത് പറയാൻ പറ്റൂല്ലേ? അങ്ങനെ തോന്നലൊന്നുമില്ല. കോൺഫിഡൻസ് ഉണ്ടായി. പിടിക്കാൻ അത് നമ്മുടെ ധൈര്യമാണ്. യെസ്, ഓക്കെ, ആ കോൺഫിഡൻസ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വിജയം ഉണ്ടാവില്ല. കോൺഫിഡൻസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ നമ്പർ. നമ്പർ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നു. നമ്പർ ഉണ്ടെങ്കിൽ വി ക്യാൻ വാക്ക് മഴയത്തോട്ട് നടക്കും. യെസ്, അപ്പൊ അത് ഒരു ടൂള് മാത്രമാണ്. യെസ്, അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറായിരുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അപ്പോ ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഇംഗ്ലീഷ് ഭാഷയെ ഒന്ന് സ്നേഹിക്കുക. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാവരുടെ പ്രകടനവും നല്ല സൂപ്പറായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും ബെറ്റർ തോന്നിയത് ഇങ്ങനെ വിസ്മയും ജിൻസി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും സൂപ്പറായിരുന്നു എന്ന് ഷിജിന പറഞ്ഞിട്ടുണ്ട്, മോഡറേറ്റർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഈ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ തന്നെ ഷിജിന ഒരുപാട് കഷ്ടപ്പെടുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴും അവിടെയും ഈ ഒരു മെത്തേഡ് പറഞ്ഞിട്ട് പറയിപ്പിക്കുക. പല പല കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെ കുട്ടി അങ്ങനെ പറഞ്ഞ് പഠിച്ച് അങ്ങനെ വരും. ഓക്കെ, so all these are the techniques that you can adopt and that you can implement when you become a teacher. Then you become a good teacher. എന്തായാലും മാറുന്നു, നല്ലൊരു ടീച്ചറായിട്ട് മാറുന്നു. ഓക്കെ, ഇനി സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ആരും ഞാൻ കണ്ടില്ല. ആരാണ് സൈൻ? ഞാൻ തന്നെ പറയണോ? Thank you, sir. Today's class was very nice. Okay. So once again, I appreciate you. We will meet in the next class. Till then, bye. Okay, sir. Thank you, sir. Thank you, sir. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യോ? ഒന്ന് കാണാനായിരുന്നു. ഹായ്. എടാ കാണിക്കണമെന്നുണ്ട്, പക്ഷെ എന്റെ കുഞ്ഞു പാല് കുടിച്ചോണ്ടിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. Bye, friends. ബൈ ബൈ. 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 Okay, bye.
ഇതിൽ ആ ലാസ്റ്റ് കണ്ടോ ആ ചുമല, അതേ ഞെക്കിക്കേ.